ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരം വരെ ഒന്ന് പോവുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഫാഷൻ ഷോൻ്റെ മേക്കപ്പിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുക. ഇത് പോയിട്ട് കുറച്ച് ദിവസമായി, ബട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് കയറി അവസാനം ഒരാളിനെയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവരും എത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ബസ് കയറാനായിട്ട് പോവുക കേട്ടോ. ആദ്യമായിട്ട് ബസ്സിൽ പോവുക ട്രിവാൻഡ്രം വരെ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട്. സ്ലീപ്പർ ബസ്സിലാണ്, ആദ്യമായിട്ടാണ് കയറാൻ പോണത് അങ്ങനെ ഒരു ബസ്സിൽ. അപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. അങ്ങനെ ചന്ദ്രനഗറാണ് ബസ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചന്ദ്രനഗർ പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനഗർ എത്തി. അപ്പോൾ ബസ്സിൻ്റെ ആ ഒരു സ്റ്റോപ്പിൻ്റെ ഭാഗത്തോട്ട് ഞങ്ങൾ റിട്ടേൺ നടന്നുകൊണ്ടിരിക്കുക, കാറിറങ്ങിയിട്ട്. അവിടെ എത്തി കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴാണ് 11:20 വരേണ്ട ബസ് 12:20 ആകുമ്പോഴാണ് വന്നത്. അപ്പോൾ 1 മണിക്കൂർ ലേറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഒരു അറിവില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ബസ്സിൽ കയറുന്ന വേറൊരു ചേട്ടനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ കുറേ നേരം അങ്ങനെ നിന്നപ്പോൾ വിശന്നപ്പോൾ അങ്ങനെ തേങ്ങാ പൊന്നൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നിൽക്കുക ഞങ്ങളെല്ലാവരും കൂടെ. അങ്ങനെ ഞങ്ങളുടെ ബസ് എത്തി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കയറാൻ പോവാണ് ഇങ്ങനെ ഒരു ബസ്സിൽ. ഇല്ല, അവൻ്റെ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടല്ലോ. ഓക്കെ ചേട്ടൻ ഇങ്ങോട്ടാണോ? ഓക്കെ ചേട്ടനെ തപ്പി വിട്ടാ ഞാനും താഴെ അങ്ങനെ കയറിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതും പിന്നെ സുഖമായി ഉറക്കമായിരുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എണിച്ചപ്പോൾ ഒന്നുകൂടെ കറക്റ്റായിട്ടൊന്ന് വീഡിയോയിൽ ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങളുടെ ബസ് ശരിക്കും ലേറ്റായി. 6:30 എത്തേണ്ട ബസ്
8:30 ആകുമ്പോഴാണ് എത്തിയത്. അപ്പോൾ ശരിക്കും ഇരുന്ന് മുഷിയും ചെയ്തു. ഇതൊക്കെയാണ് ബസ്സിൻ്റെ ഉള്ളിൽ വരുന്ന സംഭവങ്ങൾ. ആൾ നല്ല ഉറക്കത്തിലാണ്, എടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. ഇതിപ്പോൾ ഇങ്ങനെയുള്ള ബസ്സുകളിൽ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഇത് എന്ത് വീഡിയോ ഇതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇടണമെന്നൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട് ഇങ്ങനത്തെ ബസ്സിലൊന്നും കയറാത്ത ആൾക്കാർ. അപ്പോൾ ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ കയറാത്തവരും ഇങ്ങനത്തെ കാണാത്തവർക്കും ആയിട്ട് കാണാനായിട്ടൊരു വീഡിയോ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ തിരുവനന്തപുരം ഇറങ്ങി. അവിടെ നിന്ന് ജസ്റ്റ് അവർക്കൊന്ന് അമ്പലത്തിലേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂമിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടുത്തെ ഓട്ടോക്കാർ ഞങ്ങളൊന്ന് പറ്റിച്ചു. ഞങ്ങളെ ശരിക്കും ഒന്ന് വട്ടം കറക്കി അവർ ക്യാഷും വാങ്ങിച്ച് മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ ഈ നിൽക്കുന്ന ഓട്ടോ ചേട്ടനില്ലേ, ആ ചേട്ടനാണ് ഞങ്ങളെ ആ ഒരു റൂമിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ആദ്യം കൊണ്ട് വിട്ട റൂം നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു റൂമിൻ്റെ അവിടെ നിന്ന് ഞങ്ങളെ ഈ ഒരു റൂമിലോട്ട് കൊണ്ടുവന്നു. ക്യാഷും അധികം വാങ്ങിച്ചില്ല. അങ്ങനെ ഇവർ പോവുക അമ്പലത്തിലോട്ട്. ഞങ്ങൾ രണ്ടാൾ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇവർ പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവർ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി പോയി. ഞങ്ങൾ ഇനിയാണ് പല്ല് തേക്കാനും കുളിക്കാനും ഒക്കെ തുടങ്ങണത്. ഇവർക്ക് അമ്പലത്തിലോട്ട് പോയിട്ട് ഉള്ളിലോട്ട് കയറാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ 10 മണി വരെ അവിടെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഓട്ടോ കയറി മാൾ ഓഫ് ട്രാവൻകൂർ എത്തിയിട്ട് അവിടെയാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേര് കൂടെ എത്തിയിട്ടുണ്ട്. ഇനിയും കുറേ പേര് കൂടെ വരാനുണ്ട് കേട്ടോ. ഇതാണ് പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ്. അപ്പോൾ അവർ റാമ്പ് വാക്കൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. ഞങ്ങളൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഞാൻ സെൽഫി വെക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ.
ഇവിടെ നടക്കണതൊന്നും അറിയാതെ ആത്മാർത്ഥമായി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഞ്ജു. യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താ? റോസ് വ്ളോഗ്സ്. റോസ് ബ്ലോസ് വ്ളോഗ്സ്. ഹായ്, റോസ് ബ്ലോഗ്സിലെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാനിന്ന് നമ്മുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേട്ടോ, റോസിനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നേരെ ഫ്രണ്ടിലോട്ട് പാല് നടക്കണ്ട. കാരണം ഞാൻ ഫ്രണ്ടിലോട്ട് നടന്നാൽ ഇത്ര പേര് നടക്കുമ്പോൾ ബാക്കിൽ മുന്നിൽ പഠിക്കുന്നതിന് ഫോട്ടോ വീട്ടിലുള്ള വീഡിയോ കിട്ടും. അതുകൊണ്ട് നേരെ ബാക്കിലോട്ട് ലാസ്റ്റ് ഒറ്റ നടത്താം എല്ലാവരും. വിളിക്കുന്നത് അവിടെ മൊമെന്റോ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കിലൂടെ തന്നെ പോയിട്ട് ആ സൈഡിലേക്ക് നിൽക്കാം, പുറകിലേക്കല്ല. ഇനി ഞങ്ങൾ ചെക്കൻ വെട്ടുകാരുടെ പരിപാടികൾ അവതരിപ്പിക്കുകയാണ് കേട്ടോ. So ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. സോ ഐ യൂസ് ടു ഗെറ്റ് ചാൻസ് ടു കൗൺസിൽ പീപ്പിൾ. സോ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്നിലുള്ള കൈൻഡ്നെസ്സിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട് പലപ്പോഴും. അപ്പം കൈൻഡ്നെസ്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഈ സൈക്കോളജിസ്റ്റിന് പൊതുവേ പ്രശ്നങ്ങൾ വരുമല്ലോ, അപ്പോൾ എന്ത് ചെയ്യും? We find our inner solution from ourselves. That's what I do personally. Thank you. That was an honest doubt and I think you answered it. Thank you so much. So can we have just number 2 please? അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ബസ്സിൻ്റെ ടൈമുമായി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കയറാനായിട്ട് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക, ബസ് കയറാനായിട്ട്. അവിടെയുള്ള ഓട്ടോക്കാർ മാക്സിമം ആൾക്കാരും ഫ്രോഡുകൾ പോലെയാണ് കേട്ടോ. അതായത് ക്യാഷ് കൂടുതലായിട്ട് പറഞ്ഞ് വാങ്ങിക്കുക. നമുക്ക് സ്ഥലം അറിയാത്ത ആൾക്കാരെ നമ്മൾ
അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ കൂടുതലായിട്ട് വാങ്ങിക്കുക, അങ്ങനെയുള്ളൊരു ആൾക്കാരാണ്. അതിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഈ ചേട്ടന് നല്ലൊരു മനുഷ്യനായിരുന്നു. അവർ കറക്റ്റായിട്ടുള്ള ഒരു എമൗണ്ടേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരാളായിരുന്നു, നന്നായിട്ട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവരുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചു. കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ട്രിവാൻഡ്രം പോവുകയാണെങ്കിൽ അവരുടെ ഓട്ടോ വിളിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുക. അവിടെ എത്തിയപ്പോൾ ബസ് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബസ്സിൽ കയറട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ എത്തി. ഞങ്ങൾ ലുലുവിൻ്റെ അവിടെയാണ് ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തത്. എനിക്ക് വേറൊരു വർക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാറിൽ ഞങ്ങളെ വിളിക്കാൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.